ഇനി രണ്ട് രീതിയിലുള്ള എഞ്ചിനീയേഴ്സിനെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഉണ്ടാവുള്ളൂ. അത് ഒന്നെന്ന് പറയുന്നത് വിം അറിയുന്നവർ, രണ്ടെന്ന് പറയുന്നത് വിം അറിയാത്തവർ. അപ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വിം യൂസ് ചെയ്യുന്നത് ടോട്ടൽ ഒരു പ്രോജക്റ്റിനെ നമുക്ക് എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ മൂല്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. ഇത് വൃത്തിയും പഠിപ്പിലും നോക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വപ്നം കാണാത്ത സാലറിയാണ്. വിം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന ടൂളുണ്ട്. ബിം മോഡലർ അല്ലെങ്കിൽ ബിം എഞ്ചിനീയർ ഈ 4 മെമ്പേഴ്സിനെയും കൂടി യൂസ് ചെയ്തിട്ട് ആ പ്ലാറ്റ്ഫോം അവർ യൂസ് ചെയ്യും. ബിം മോഡലർ ആണ് ഈ ക്ലാഷ് ഡിറ്റക്ഷൻ കണ്ടുപിടിക്കുന്നത്. ഇവിടെയുള്ള നമ്മുടെ യങ് ജനറേഷന് ഫ്രഷേഴ്സിന് എങ്ങനെ ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ എങ്ങനെ ഇത് ചെയ്യാം പറഞ്ഞത് വളരെ കറക്റ്റാണ്. വളരെ കുറഞ്ഞ പ്രൊജക്ട്സ് മാത്രമേ, 1-2 പ്രൊജക്ട്സ് മാത്രമേ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ അത്രയും ഡെവലപ്പ് ആവുന്നു. ഒരു നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണെന്ന് എനിക്ക് തോന്നി. ഞങ്ങളുടെ പ്രൊജക്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. കാരണം എന്താ, ഞങ്ങൾക്കത് അറിയാമെന്നുള്ളതാണ്.